അല്ല, ആരിത്? ആനന്ദ് ഡോക്ടറോ? അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാതെ അകത്തേക്ക് വാ ഡോക്ടറെ. ജിനിമോള് വന്നിട്ടുണ്ടല്ലേ? ഞാൻ ഇന്നലെ വന്നപ്പോ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതാ പിന്നെ ഇന്നലെ ഇങ്ങോട്ട് ഇറങ്ങാന്. വന്നു. അവളിന്നലെ ഉച്ചക്കത്തെ ട്രെയിൻ എത്തി. എന്നിട്ട് ആളെന്തി? എണീറ്റില്ലേ? എണീറ്റു, റൂമിലുണ്ട്. ഞാൻ വിളിക്കാം. ഡോക്ടർ അങ്കിൾ. എന്റെ അടികൊള്ളി, നിന്നെ കോശം മാറ്റിയോടുകൂടി പഴയതുപോലെ തന്നെ ഉണ്ടല്ലോ. ഓ എന്റെ അങ്കിളെ, ഇത്രയും വർഷമായില്ലേ ഈ അടികൊള്ളി എന്ന പേരിൽ നിന്ന് ഒരു പ്രമോഷൻ തന്നൂടെ എനിക്ക്? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലടി കാന്താരി, നിന്റെ കയ്യിലിരിപ്പ് അതായിരുന്നല്ലോ. ഇനി എന്തായാലും അങ്ങോട്ട് നീ ഇവിടെ തന്നെ കാണില്ലേ? നമുക്ക് മാറ്റണോ വേണ്ടായെന്ന് നോക്കാം. പിന്നെ പറയുന്നേ, എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? അടിപൊളിയായിരുന്നു. അല്ല നീ, ഇവളുടെ അഡ്മിഷന്റെ കാര്യം എന്തായി? റെഡി ആയോ? അത് റെഡിയായി. ഞങ്ങളുടെ പള്ളിയിലെ കോളേജിൽ തന്നെ. ഏത്, സെന്റ് ജോൺസിലോ? അത് തന്നെ. അല്ല, അത് വുമൻസ് കോളേജ് അല്ലേ? അതെ അങ്കിൾ, എനിക്ക് 16ന്റെ പണി തന്നെ കിട്ടിയേ. എല്ലാ കോളേജിലും അഡ്മിഷൻ എല്ലാം ക്ലോസ് ചെയ്ത് ക്ലാസ് തുടങ്ങാറായി. ഈ ഒരു അഡ്മിഷൻ തന്നെ ശരിയാക്കി കിട്ടിയത് ഞങ്ങളുടെ ഇടവക വികാരി വർഗീസ് അച്ഛന്റെ കെയർ ഓഫിലാണ്. അങ്ങനെയാണല്ലേ? അതെന്തായാലും നന്നായി. അതെ ഡോക്ടറെ, ഇവൾക്ക് ഇതുവെല്ലാം പറഞ്ഞാൽ മനസ്സിലാവൂ? മനസ്സിലായി. എല്ലാം എന്റെ വിധി, അങ്ങോട്ട് അനുഭവിക്കാം, അത്ര തന്നെ. പിന്നെ ആർക്കും ഒരു ചേഞ്ചസ് ഇഷ്ടമല്ലാതെ അല്ലേ അങ്കിൾ? ആ കണ്ണീര് തുടച്ചിട്ട് പറ. എന്നിട്ട് എപ്പോഴാ ക്ലാസ് തുടങ്ങുന്നേ? അത് അടുത്ത തിങ്കളാഴ്ച. അപ്പൊ ഇനി ഒരാഴ്ച കൂടി ഉണ്ട്. അതെ. എന്റെ അടികൊള്ളി, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ലൈഫില് ഇതൊരു ചലഞ്ചസ് ആയി ഏറ്റെടുത്തൂടെ നിനക്ക്? എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങാം അടികൊള്ളി. എനിക്ക് 12 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. വളരെ നല്ല തീരുമാനം. അപ്പൊ ബൈ. ഓടി കാന്താരി. മമ്മി, ഞാനെന്നാ ഇറങ്ങുവാ. എടാ, ഒരു 10 മിനിറ്റ് നിൽക്കുവാണെങ്കിൽ ലഞ്ചിനുള്ള തന്നൂടാ. 10 മിനിറ്റ് പോയിട്ട് 10 സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റില്ല. ഞാൻ പോവാ. ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. ബൈ. ഹേ ജിത്തു. ജെറി, ഇന്ന് നേരത്തെയാണല്ലോ? അതെ, ഇന്ന് നേരത്തെയാണ്. ഇന്നൊരു പ്രസന്റേഷൻ ഉണ്ട്. അവിടെ ചെന്നിട്ട് കുറച്ച് പ്രിപ്പറേഷൻസും കൂടി ചെയ്യാനുണ്ട്. ഗുഡ്. ഞാനിത് എടുക്കാൻ മറന്നല്ലേ. താങ്ക് യു സോ മച്ച് ജിനി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാ. ജിത്തു, ബൈഡാ. ജിനിമോളെ.
അവിടെ സ്ട്രോബെറി ജ്യൂസ് കഴിഞ്ഞു കേട്ടോ, അതുകൊണ്ട് നിനക്ക് ഞാനൊരു ലൈൻ പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഇത് എന്താലോചിച്ചോണ്ടിരിക്കുക പൊട്ടാ. നീ ഇത് ഏത് ലോകത്താ? ഞാൻ പറഞ്ഞതല്ല നീ കേട്ടോ? നീ എന്താ പറഞ്ഞേ? തേങ്ങ. 2 ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, ഞാൻ എന്തേലും കാര്യമായിട്ട് പറയാൻ വരുമ്പോ നീ ഏതോ മായ ലോകത്താ. നിനക്ക് എന്താണ് ഇത്ര ആലോചിക്കാനുള്ളത്? അതൊന്നുമില്ല, നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. അതൊക്കെ പോട്ടെ, എന്റെ സ്ട്രോബെറി ജ്യൂസ് എന്തി? അതല്ലാടെ പൊട്ടാ ഞാൻ പറഞ്ഞത്, അത് കഴിഞ്ഞു. നിനക്കൊരു ലൈൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഓ, അതാണല്ലേ നീ പറഞ്ഞേ, സോറി. എടി, എന്താണ് പട്ടി? അല്ല, ഞാൻ ഹോസ്റ്റലിൽ മാറുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? നീ ഹോസ്റ്റലിൽ മാറുന്നു? എന്തിന്? അത് എനിക്കവിടെ മടുത്തു. ഓ, അങ്ങനെയാണെങ്കിൽ നീ എന്റെ ഹോസ്റ്റലിന് ഓപ്പോസിറ്റ് ഉള്ള ബോയ്സ് ഹോസ്റ്റലിലേക്ക് മാറിക്കോ. അതാകുമ്പോ നമുക്ക് ഒരുമിച്ച് പോവുകയും വരികയും ചെയ്യാമല്ലോ. അതല്ല, വീട്ടിലേക്ക് മാറുന്നതിനെ പറ്റിയ ഞാൻ ഉദ്ദേശിച്ചത്. വീട്ടിലേക്കോ? നിനക്കെന്താ ഭ്രാന്താണോ? അവിടെ നിന്ന് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വരാൻ വയ്യെന്നും പറഞ്ഞുകൊണ്ടല്ലേ നീ ഹോസ്റ്റലിലേക്ക് മാറിയത്. പിന്നെന്താ നീ ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നേ? അതൊക്കെ ശരിയാ, പക്ഷേ എനിക്കിപ്പോ വീട്ടിൽ നിന്ന് വന്നാൽ മതി എന്ന് തോന്നുന്നേ. അതുമല്ല, ഇവിടെ ഒരു രസമില്ല. ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴുള്ള ഫ്രീഡം വീട്ടിൽ നിന്നാ കിട്ടില്ല എന്നായിരുന്നല്ലോ എന്നിട്ട് ന്യായം. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതെനിക്കിപ്പം അങ്ങനെ തോന്നുന്നത്. എടാ പൊട്ടാ, കൂടിപ്പോയാ നമ്മുടെ ക്ലാസ് ഇനി ഒരു 7-8 മാസം കാണും. അതുവരെ നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? എനിക്കതിന് പറ്റുന്നില്ല. ശരിക്കും നിനക്ക് എന്താ പറ്റിയേ? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലാസ്സിലായാലും ഇവിടെ ആയാലും നീ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുക. ഞാൻ പറയുന്ന പല കാര്യങ്ങളും നീ കേൾക്കുന്നത് പോലുമില്ല. അതുപോലെ തന്നെ ബൈക്കിൽ പോകുമ്പോ നീ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നേ, ഇപ്പൊ അതുമില്ല. ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം പോട്ടെന്ന് വെക്കാം. 2-3 ദിവസം മുന്നേ അടുത്ത മാസം വെക്കാനുള്ള അസൈൻമെന്റ് ഉടനെ എഴുതി തീർക്കണമെന്ന് കള്ളം പറഞ്ഞ് നീ വീട്ടിൽ പോയി. അത് കള്ളമൊന്നുമല്ല, ഉള്ളതാ. ഇനി നീ ആവാ തുറന്ന ഈ വെള്ളത്തിൽ നിന്നെ ഞാൻ കുളിപ്പിക്കും. നീ എന്ത് വിചാരിച്ച് നീ എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചെന്നു? നീ പറയുന്നതൊക്കെ ഉള്ളതാണോ കള്ളാണോ എന്ന് മനസ്സിലാക്കാൻ എനിക്ക് വിത്തിൻ സെക്കൻഡ്സ് മതി. അതുകൊണ്ട് എന്നോട് ഇമാതിരി കള്ളത്തരങ്ങൾ പറയാൻ വരുമ്പോ നീ ഒന്നും കൂടി ഒന്ന് ആലോചിക്കണം. പിന്നെ നിന്നെ കാര്യമായിട്ട് എന്തോ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നീ പറയുന്നത് വരെ എനിക്കറിയണ്ട. പിന്നെ ഇനിയും കിളി പോയതുപോലെ നടക്കാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ ഈ മോന്തയുടെ ഷേപ്പ് പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല, കേട്ടോടാ തീണ്ടി. ഓ, അവന്റെ കൂപ്പിലൊരു ചിരി. പോടാ. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ സേറ, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. പോരെ? അങ്ങനെയാണെങ്കിൽ എനക്ക് കൊള്ളാം. അല്ല, എന്നത്തേക്കാ മാറുന്നത്? ഈ വീക്കെൻഡിൽ വേണം ഈ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ. അത് കഴിഞ്ഞ് എന്താണെന്ന് നോക്കാം. ആൻജിയെ നീ എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കും? അതൊരു വലിയ ടാസ്ക് ആണല്ലേ. നോക്കാം. ഞാനെന്നാ ജ്യൂസ് എടുത്തിട്ട് വരാം. ഓക്കെ. എന്തായാലും ക്ലാസ് നേരത്തെ കഴിഞ്ഞു, നമുക്ക് ബീച്ചിൽ പോയാലോ? ഈ പൊരി വെയിലത്തോ? ഓ ശരിയാണല്ലേ. എങ്കിൽ പിന്നെ നേരെ ഹോസ്റ്റലിലേക്ക് കിട്ടും. അപ്പൊ ബൈ, നാളെ കാണാം. എടി ഒന്ന് നിന്നേ. എന്താടാ? അത് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോവാ. നീ നാളെ ബസ്സിന് വന്നാ മതി, എന്നെ കാത്ത് നിൽക്കണ്ട. എന്തിന്? അത് പിന്നെ എന്റെ ലോയുടെ അസൈൻമെന്റ് വീട്ടിലാണ്, അതെടുക്കാൻ. ലോഡ് അസൈൻമെന്റ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ രണ്ടുപേരും കൂടെ ഞാനല്ലേ സബ്മിറ്റ് ചെയ്തേ? ലോയുടെ അല്ല, അക്കൗണ്ട്സിന്റെ. അതിനെന്തിനാ നീ വീട്ടിൽ പോകുന്നത്? അത് പിന്നെ അക്കൗണ്ട്സിന്റെ ടെസ്റ്റ് വീട്ടിലിരിക്കുവോ? ഇനിയിപ്പോ 3 ദിവസമല്ലേ ഉള്ളൂ വീക്കെൻഡിന്. അപ്പോ അന്ന് വീട്ടിൽ പോകുമ്പം എടുത്തോണ്ട് വന്നാ പോരെ? അതെ, 3 ദിവസം ഉണ്ട്.
അതുവരെ അതുവരെ എഴുതാതിരിക്കാൻ പറ്റില്ല. എടാ പൊട്ട, അക്കൗണ്ട്സിന്റെ അസൈൻമെന്റ് വെക്കേണ്ടത് അടുത്ത മാസമാണ്. സോ ഇനിയും ഒരുപാട് സമയമുണ്ട്. നീ വീക്കെൻഡിൽ പോകുമ്പോൾ ടെസ്റ്റ് എടുത്തോണ്ട് വന്ന് എഴുതിക്കോ. ആ അത് പറ്റില്ല. ഇപ്പൊ എഴുതി തുടങ്ങിയാലേ അടുത്ത മാസം ആകുമ്പോഴത്തേന് കഴിയൂ. സോ ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ പോയി എടുത്തോളാം. സത്യം പറയടാ, നിനക്ക് നാട്ടിൽ ഭാര്യയും പിള്ളേരും ഒക്കെ ഇല്ലേ? അവരെ കാണാനില്ലേ നീ ഇപ്പൊ പോകുന്നേ? ഹാ, ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ പിന്നെ ഇമ്മാതിരി ചോദ്യം ചോദിക്കാൻ നീ ഉണ്ടായില്ല. ഏയ്, ഞാൻ വെറുതെ പറഞ്ഞേ, എനിക്ക് തന്നെ അറിഞ്ഞൂടെ. അപ്പൊ ശരി, നീ പൊക്കോ, നാളെ കാണാം, ബൈ. ഓ ഗോഡ്, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. കുറച്ചു നേരം കൂടി അവിടെ നിന്നായിരുന്നെങ്കിൽ അതെന്നെ പഞ്ഞി കിട്ടേനെ. ശരിക്കും അവനെന്താ പറ്റിയത്? എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ആ, എന്തേലും ആട്ടെ. ജിത്തു, ഇതെന്താ പതിവില്ലാത്തൊരു വിസിറ്റ്? ആ ആനിയാൻറ്റി ആയിരുന്നു. ആ അത് പിന്നെ ഇന്ന് ഉച്ച വരെ ഉള്ളായിരുന്നു ക്ലാസ്. അപ്പോൾ വിചാരിച്ചു ഇങ്ങോട്ടേക്ക് വരാമെന്ന്. ഓ അങ്ങനെ, ശരി എന്നാ. ജിത്തു, എന്താ ആൻറ്റി? ഇങ്ങോട്ടേക്ക് വന്നേ. എന്താ ആൻറ്റി? അത് പിന്നെ ജെനിമോളുടെ റൂമിലെ ബൾബ് ഫ്യൂസായിപ്പോയി. അതൊന്ന് ഇട്ട് തരാനായിരുന്നു. എനിക്ക് അത്ര ഹൈറ്റ് പറ്റില്ല. ചെറിയാണെങ്കിൽ ഇനി രാത്രി നോക്കിയാൽ മതി. പിന്നെ ജെനിമോക്ക് കറണ്ടെന്ന് പറഞ്ഞാലേ പേടിയാണെന്ന് നിനക്കറിഞ്ഞൂടെ? അത്രേ ഉള്ളൂ. ആ ഞാൻ ഇട്ടുതരാം ആൻറ്റി, ബാ. ജെനി, ഈ പെണ്ണിതവിടെ പോയി? റൂമിലുണ്ടായിരുന്നല്ലോ. ആ, അവള് കുളിക്കുവാണെന്ന് തോന്നുന്നു. ജിത്തു, ദേ ബൾബ്. ഞാൻ ചെയർ മറിയാതെ പിടിച്ചോളാം. ഓക്കെ. എൻ്റെ ഫോണാണെന്ന് തോന്നുന്നു താഴ്ത്തടിക്കുന്നത്. ചിലപ്പോ ഇച്ചാനാകും. എന്നാ പിന്നെ ആൻറ്റി പോയിക്കോ. അല്ല, ചെയർ മറിയത്തില്ലേ? ഇല്ല ആൻറ്റി, ഞാൻ നോക്കിക്കോളാം. ഉറപ്പാണോ? അതേന്നേ, ആൻറ്റി പോയിക്കോ. അത് ഞാൻ ഫോട്ടോ, അത് പിന്നെ ഈ ബൾബ്, ഈ ബൾബ് മാറാൻ ആൻറ്റി പറഞ്ഞിട്ട് വന്നതാ. എന്നിട്ട് കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. ശരി എന്നാ.